ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹായ് ഫ്രം അയർലൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാനും അച്ചാച്ചനും കൂടെ രാവിലെ തന്നെ ഒന്ന് നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. നല്ല കോടമഞ്ഞുള്ളൊരു ദിവസമാണ്. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു രാത്രിയിൽ. അപ്പം ഇന്ന് രാവിലെയും മഴയൊക്കെ ചാറുന്നുണ്ട്. അപ്പം മഴ തോർന്നിരുന്ന സമയം നോക്കി ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ നടക്കാൻ പോകുന്ന സ്ഥലം ഒരു ചെറിയ വനപ്രദേശം പോലാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഒരു സൈഡ് മുകളിലോട്ട് നല്ല കാടാണ്. ഒരു സൈഡിലോട്ട് കാടാണെങ്കിൽ മറ്റു സൈഡിലോട്ട് ഒരു താഴ്വരയാണ് കേട്ടോ. നല്ല രസമാണ് എന്നാണേലും കാണാൻ. അങ്ങനെ കാട്ടുമൃഗങ്ങളുടെ ശല്യമൊന്നുമില്ല. ഇവിടെ ആകെ കൂടിപ്പോയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് മാനിനെയാണ്. വേറെ മൃഗങ്ങളുടെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അങ്ങനെ മനുഷ്യവാസമില്ലാത്ത സ്ഥലമൊന്നുമല്ല. കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കുറേ വീടുകളും ഒക്കെ കാണാം. പിന്നെ ഏർലി മോർണിംഗാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്ക് ഒത്തിരി നമ്മളുടെ ഒപ്പം ഇങ്ങനെ നടന്നു പോകുന്ന ആൾക്കാരെയും സൈക്ലിങ് ചെയ്യുന്നവരെയും ഒക്കെ കാണാൻ പറ്റും ഈ ഏരിയയിൽ. ആദ്യമേ ഒക്കെ ഈ നടത്തം എന്ന് പറയുന്നത് ഈ കാഴ്ച കാണലും ഫോട്ടോ എടുക്കൽ, വീഡിയോ എടുക്കൽ, പിന്നെ ഈ കിളികളെ ശ്രദ്ധിക്കുക, ചെറിയ ചെറിയ വെള്ളച്ചാട്ടമോ അരുവികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നോക്കി നിൽക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയ ഒരു കൈൻഡ് ഓഫ് എക്സസൈസായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. രണ്ടുപേർക്കും ഓഫുള്ള ദിവസമാണെങ്കിൽ പിന്നെ പറയണ്ടായല്ലോ. നമ്മളുടെ ഒപ്പം മിണ്ടിയും പറഞ്ഞ് നടക്കാൻ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നടക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ ഇന്നത്തെ നടത്തത്തിന് വേഗത കൂടും. കാരണം വീട്ടിൽ ചെന്നിട്ട് തീർക്കാൻ അത്യാവശ്യപ്പെട്ട രണ്ട് കാര്യങ്ങളാണുള്ളത്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ വഴിയേ മനസ്സിലാകും എന്താണെന്ന്. പിന്നെ ഇന്ന് നമ്മൾ നടത്തമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കഴിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടൊരു സാധനമാണ്. കുക്കർ ബിരിയാണിയാണ്. കാരണം തലേന്ന് രാത്രിയിൽ ഞങ്ങളൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പം മമ്മിയോട് പറഞ്ഞു രാവിലെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട, ഇതുകൊണ്ട് നമുക്ക് സെറ്റാക്കാമെന്ന്. രാവിലത്തെ എൻ്റെ നടത്തത്തിൻ്റെ കഥകളും ബിരിയാണി കഥയൊക്കെ കേട്ട് നിങ്ങൾ കുറച്ച് ബോറടിച്ച് കാണും. ഇനി നമുക്ക് കാര്യങ്ങളൊന്ന് മാറ്റി പിടിക്കാം. ഈ ഡ്രൈ നട്ട്സും ഈ ഡേറ്റ്സും ഒക്കെ എൻ്റെ കബോർഡിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് അധികം നാളായി കേട്ടോ. അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല കേട്ടോ. എനിക്കിപ്പോഴാണ് ബോധം ഉദിച്ചത്. അപ്പം ഞാനൊരു ഡ്രൈ നട്ട്സിൻ്റെ ഒരു 1/2 കിലോയുടെ 2 പാക്കറ്റാണ്. നമുക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കാഷ്യൂനട്ട് ഇല്ലാതെ വരുമ്പം ഇത് പൊട്ടിച്ച് ഇതിൻ്റെ അകത്തുനിന്ന് ഇടയ്ക്ക് കടമെടുക്കാറുണ്ടായിരുന്നു. എന്നാലും ഒരു 3/4 കിലോയോളം ഉണ്ടായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം കൂടെ ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് രണ്ടായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു. ഒത്തിരി അങ്ങ് വറുത്ത് പോലെ. ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളാണ്. ഇത് ചൂട് കൂടി പോവോ, നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പം അരഞ്ഞു പോവുകയോ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ പരുവം നോക്കി ഒന്ന് ചൂടാക്കി 2 ബാച്ചായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുരുവില്ലാത്ത ഈന്തപ്പഴമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഡേറ്റ്സും ഇതേപോലെ ഒന്ന് മുറിച്ച് ഇടുകയാണ്. തംബ്നെയിൽ കണ്ട സാധനവും ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നല്ലേ നിങ്ങളിൽ പലരും ഇപ്പം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കിപ്പ് ചെയ്ത് പോകാൻ വരട്ടെ. തൊട്ടു പുറകെ വരുന്നുണ്ട് നമ്മുടെ കിടക്കാച്ചി ഐറ്റം സാധനം. ആ പുള്ളി കുറച്ച് റിച്ച് ആയതുകൊണ്ട് ഞാനൊരു ലേറ്റ് എൻട്രിയാണ് കൊടുത്തത്. ഈ പുള്ളിക്കാരനും റിച്ച്നെസ്സിൽ ഒട്ടും മോശമല്ല കേട്ടോ. രണ്ടുപേരും റിച്ച് ആൻഡ് ന്യൂട്രീഷ്യസ് ആണ്. അതിലാരാണ് മുൻപെന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് കമൻ്റായിട്ട് പറയണം കേട്ടോ, മറന്നു പോവല്ലേ. ആ സമയം കൊണ്ട് ഈ നട്ട്സൊക്കെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 ബാച്ചായിട്ടാണ് പൊടിച്ചെടുത്തത്. ഒന്നാകെ നമ്മൾ പൊടിക്കാമെന്ന് വെച്ചാൽ അത് അരഞ്ഞു പോയിട്ട് ഈ നട്ട്സ് ആയതുകൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് എണ്ണ ഇറങ്ങും. അപ്പം പിന്നെ നമുക്ക് കനച്ചു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ പരുവം നോക്കി നമ്മളൊന്ന് പൊടിച്ചെടുക്കുക. ഓരോന്നും നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണല്ലോ നമുക്ക് ഓരോ പാകപ്പിഴകളൊക്കെ മനസ്സിലാകുന്നത്. അങ്ങനെ പറ്റിയൊരു അബദ്ധമാണ് കേട്ടോ. ആ ഈന്തപ്പഴം അങ്ങനെ ഒന്നാകെ ഇട്ടിട്ട് ഈ പൊടിയുമായിട്ടൊന്ന് ചേർത്ത് ഇളക്കി ബോളൊന്ന് പിടിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ട് തോന്നിയുകൊണ്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് മിക്സ് ചെയ്യാനും പറ്റി, ബോളാക്കി പിടിച്ചെടുക്കാനും പറ്റിയിട്ടുണ്ട്. ഡേറ്റ്സിന് പകരം നമുക്ക് ഡേറ്റ്സിൻ്റെ സിറപ്പാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഇതൊന്ന് കുഴച്ചെടുക്കാൻ. പിന്നെ നമുക്ക് 1-2 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ഇഷ്ടമാനുസരണം നമുക്ക് അതിൻ്റെ അകത്ത് ഒഴിച്ച് ചേർക്കാം. നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതേപോലെ നമ്മുടെ അവലോസുണ്ടയൊക്കെ പിടിക്കത്തില്ലേ, അതേപോലെ ഉരുട്ടിയെടുത്ത് വെക്കുക. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കിട്ടും. അത് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ. അത് ഇച്ചിരി തരി ആയതുകൊണ്ട് നമ്മൾ ഈ ബോൾസ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടാൽ അത് പിടിക്കുകയില്ല. തേങ്ങാപ്പീര അവത്തേലോട്ടൊന്ന് പിടിച്ച് കിട്ടുകയില്ല. അപ്പോൾ ഒന്നുകൂടെ നമ്മളൊന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇടുകയാണെങ്കിൽ അത്യാവശ്യം പിടിച്ച് കിട്ടും. എന്നാലും ഇച്ചിരി മടുപ്പാണത് ഒന്ന് സെറ്റാക്കി എടുക്കാൻ. പക്ഷേ കാര്യമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഇത് ടിന്നിലാക്കി കാറ്റ് കയറാതെ ഒന്ന് അടച്ചു വെക്കുകയാണ്. എല്ലാ ദിവസവും ഓരോന്ന് വെച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടൊരു സാധനമാണ്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കഴിച്ചു നോക്കി. ഞങ്ങൾ ഓർത്തു മധുരം ഒന്നും കാണത്തില്ലായിരിക്കുന്നു. പക്ഷേ ആ ഈന്തപ്പഴം ചേർത്തതിൻ്റെ മാത്രം മധുരമേ ഉള്ളൂ. നല്ല സ്വീറ്റ് ആയിരുന്നു കാര്യം. പഞ്ചസാരയോ ശർക്കരയോ കരിപ്പെട്ടിയോ അങ്ങനെ ഒരു സാധനവും നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല. ഉള്ളി ആ ഈന്തപ്പഴത്തിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം പിള്ളേർക്കായാലും വലിയവർക്കായാലും എല്ലാ ദിവസവും ഓരോന്ന് വെച്ച് കഴിച്ചാൽ അടിപൊളിയായിരിക്കും ഇത്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ.
നട്ട്സും ഡേറ്റ്സും സീഡ്സിനും ഒക്കെ അലർജി ഉള്ള കുഞ്ഞുങ്ങളെ മാത്രം ഒന്ന് എക്സെപ്ഷനായിട്ട് കണ്ടാൽ മതി. ബാക്കി ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്തത് ഇനി ഒരു വലിയ പണിയാണ്, നമ്മുടെ ബ്ലാക്ക്ബെറി വൈൻ പ്രോസസ്സിംഗ് ആണ്. കഴിഞ്ഞ ഒരു മാസം മുന്നേ ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10 കിലോ ബ്ലാക്ക്ബെറി ഒക്കെ പറിച്ചിട്ട് നമ്മൾ വൈൻ ഇടാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചു. 41 ദിവസത്തിന് ശേഷം നമുക്ക് കാണാമെന്ന് പറഞ്ഞാണ് ഞാൻ വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞു 41 ദിവസം കഴിയുമ്പോൾ നമ്മളിത് വൈന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യും. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അന്നേരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരു മാസം മുന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ഈ ഒരു ബ്ലാക്ക്ബെറി വൈൻ ഇടാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയത്. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു 10 കിലോ ഉണ്ടായിരുന്നു ബ്ലാക്ക്ബെറി എന്ന്. അപ്പോൾ ആ 10 കിലോ നമ്മൾ എങ്ങനെ നോക്കിയിട്ട് നമ്മുടെ കയ്യിലുള്ള പാത്രത്തിലൊന്നും ഇത് സെറ്റാവുന്നില്ല. പിന്നെ അച്ചാച്ചൻ അന്നേരം ആ ഉച്ചയ്ക്ക് തന്നെ പോയി ഒരു ഡ്രം മേടിച്ചുകൊണ്ട് വന്നു. വേറെ ഒരു ഓപ്ഷനും ഇല്ല നമ്മുടെ കയ്യിൽ. അപ്പം പിന്നെ ഈ ഡ്രമ്മിൻ്റെ അകത്ത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങ് മുകളിൽ വരെ ബ്ലാക്ക്ബെറി ഒന്നുമില്ല. ഇതിലും ചെറിയ ഡ്രം കിട്ടാനും ബുദ്ധിമുട്ടായതുകൊണ്ട് കിട്ടി ഒരെണ്ണം മേടിച്ചുകൊണ്ട് വന്നു. അപ്പം അന്ന് എടുത്ത് വെച്ച വീഡിയോ ആണ് ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇൻഗ്രീഡിയൻസ് പഞ്ചസാരയും നമ്മളുടെ സ്പൈസസും എല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി നന്നായിട്ട് അടച്ചു വെച്ചു കഴിഞ്ഞിട്ട് 41 ദിവസം കാറ്റ് കയറാതെയും വെളിച്ചം കയറാതെയും നമ്മളൊരു റൂമിൽ വെക്കുക. ഇതിനിടയ്ക്ക് 14 ദിവസം 21 ദിവസമൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കും ഇത്. കാരണം ഈ പഞ്ചസാര ഇതുമായിട്ട് ചേരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ല ഫോയിൽ പേപ്പറും കൊണ്ട് വെച്ച് നല്ല ടൈറ്റായിട്ടൊന്ന് അടച്ച് ലോക്ക് ചെയ്ത് നമ്മളുടെ ഷെഡിലോട്ട് കൊണ്ട് വെക്കുകയാണ്. നമ്മൾ വീട്ടിൽ എവിടെയെങ്കിലും വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് നോക്കാനൊരു ടെൻഡൻസി വരുന്നത് കൊണ്ട് പിള്ളേരെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇതങ്ങ് ഷെഡിലോട്ട് കൊണ്ട് വെച്ചോളാമെന്ന്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കേണ്ട സമയത്ത് മാത്രം നമ്മളിതൊന്ന് തുറന്നാൽ മതി, അല്ലാതെ ഇത് തുറക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ പിള്ളേർ ആ ഒരു ജോലി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവരത് കൊണ്ട് ഷെഡിൽ വെച്ചു. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇന്ന് 41ാമത്തെ ദിവസമാണ്. നമ്മളിന്ന് ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം അടിപൊളിയാണ്. നമ്മൾ തുറന്നപ്പം തന്നെ നല്ലൊരു വീര്യവും നല്ലൊരു മണവും ഒക്കെ ആയിരുന്നു കേട്ടോ ഈ വൈനിൻ്റേത്. അപ്പം നമ്മളിതിൻ്റെ അകത്ത് ഗോതമ്പോ ഈസ്റ്റോ അങ്ങനെ ഒരു സാധനവും ചേർത്തിട്ടില്ല. ഇതിൻ്റെ അകത്ത് നമ്മളുടെ ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പൂ മാത്രം ചേർത്ത് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് ഇളക്കി വെക്കുമായിരുന്നു. വെള്ളം ഞാൻ ചേർക്കുന്നതൊക്കെ നിങ്ങൾ നമ്മുടെ ഷോർട്സ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് നോക്കിയാൽ കാണാം. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ഈ ഫ്രൂട്ടിൽ നിന്ന് വരുന്ന അതിൻ്റെ ഒരു പൾപ്പും നീരും മാത്രമാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് വലിയൊരു ചലഞ്ച് നമുക്ക് വന്നതെന്ന് പറഞ്ഞാൽ പാത്രത്തിൻ്റെ ഒരു ലഭ്യത കുറവായിരുന്നേ. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പാത്രമാണ്, ഒന്ന് ശരിയായില്ലെങ്കിൽ അടുത്തതൊക്കെ എടുക്കാം. പക്ഷേ ഇവിടെ നമുക്ക് അതിന് മാത്രം പാത്രങ്ങളോ വലിയ കണ്ടെയ്നറുകളോ ജാറുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കയ്യിലുള്ള സ്റ്റീൽ വെസലൊക്കെ ഉപയോഗിച്ചാണ് നമ്മളിത് പല തവണകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെയാണ് അരിച്ചൊക്കെ എടുത്തത്. ഈ വൈൻ്റെ ബാരൽ ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് നമ്മൾ ഈ വൈന് അരിച്ച് ഊറ്റിയെടുത്തപ്പം ഇതിന് ടേസ്റ്റ് നല്ല മധുരവും ബ്ലാക്ക്ബെറിയുടെ ഒരു ചെറിയ പുളിപ്പും ഒക്കെ ആയിരുന്നു മുമ്പിൽ നിന്നത്. ഇപ്പോൾ ഒരു 10-12 ദിവസത്തിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അന്നേരം നമ്മളിത് ഒന്നുകൂടെ ഊറ്റി കുപ്പിയിലോട്ട് ആക്കുമായിരുന്നു. അപ്പോഴത്തേക്കിന് ഇതിന് പുളിപ്പും വീര്യവും ചെറിയൊരു കമർപ്പും മധുരവും എല്ലാം കൂടെ ചേർന്ന ഒരു ടേസ്റ്റാണ്. ആദ്യം നമ്മൾ ഇത് തോർത്തിലൊന്ന് അരിച്ചെടുക്കും. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കുരുവും അതിൻ്റെ ആ ഒരു ഫ്ലഷും ഒന്നും വീഴാതെ അതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഒന്നുകൂടെ നമ്മൾ അരിക്കുന്നത്. അങ്ങനെ ആ വലിയൊരു അരിപ്പ ഉപയോഗിച്ച് വീണ്ടും ഒരു പാത്രത്തിലോട്ട് രണ്ടാമത് അരിച്ച് മാറ്റുകയാണ്. അതിന് ശേഷം നമുക്ക് അത് ക്ലിയറായി അതിൻ്റെ അകത്ത് സീഡൊന്നും ഇല്ലയെന്ന് തോന്നുവാണെങ്കിൽ ഫൈനൽ ഫിൽട്രേഷനും കൂടെ കഴിഞ്ഞിട്ട് നമുക്കത് കുപ്പിയിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കളറ് നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല റെഡ് കളറാണ്, നല്ല ടേസ്റ്റുമാണ് കുടിക്കാൻ. അപ്പോൾ ഞങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇത് സാമ്പിൾ ഒന്ന് കുടിച്ചൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ്. ആർക്കും വെയിറ്റ് ചെയ്യാൻ ക്ഷമയില്ല, ലാസ്റ്റ് കുടിക്കാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഒരു ഇച്ചിരിച്ചിരൊക്കെ കുടിച്ച് നോക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെ ഇതിങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഷോർട്ടാക്കി കാണിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറോളം സമയമായി, 1 മണിക്കൂർ കൂടുതലായെങ്കിലേ ഉള്ളൂ. കാരണം ഇത്രയും 10 കിലോ ബ്ലാക്ക്ബെറിയോളം നമ്മളിങ്ങനെ ഫിൽറ്റർ ചെയ്ത് ഊറ്റിയെടുക്കുക എന്ന് പറഞ്ഞത് ഒരു നിസ്സാര പണിയല്ല കേട്ടോ. വൈന് ഇരിക്കും തോറുമാണ് അതിൻ്റെ ടേസ്റ്റും വീര്യവും ഒക്കെ കൂടുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷം അങ്ങനെ കുറേ വെച്ച് ഉപയോഗിക്കാൻ മാത്രമുള്ള വൈനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇത്തവണ നമുക്ക് അത്യാവശ്യം വൈനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ മിച്ചം വന്ന ബാക്കിയാണെങ്കിൽ ബോട്ടിലിൻ്റെ ഒരു കുറവ് കൊണ്ട് നമ്മളിങ്ങനെ ആ ഒരു പാത്രത്തിൽ തന്നെ അതിൻ്റെ ആ ഒരു ഫ്ലഷ് എല്ലാം വെച്ചിട്ടുണ്ട്. ഒരു ഓവർനൈറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഫിൽറ്ററായി നാളെ രാവിലത്തേക്ക് കിട്ടും. അപ്പം നാളെ നമുക്ക് കുറച്ച് ബോട്ടിലും കൂടെ കിട്ടും. അന്നേരം അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒഴിച്ചു വെക്കാം. ഇനിയൊരു 3-4 ബോട്ടിൽ ഒഴിച്ചു വെക്കാനുള്ള വൈനും കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ.
വൈനെല്ലാം അരിച്ച് ഊറ്റി കുപ്പിയിലൊക്കെ ആക്കിയതിന് ശേഷം വന്ന ആ ഫ്രൂട്ടിൻ്റെ വേസ്റ്റാണ് കേട്ടോ അത്രയും. അതിനുശേഷം നമ്മളിതെല്ലാം കുപ്പിയിലാക്കി ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ കുപ്പികളിൽ ഒരു 2-3 എണ്ണത്തിനൊക്കെ വുഡൻ കോർക്ക് ലിഡ് ഉണ്ടായിരുന്നു. ഈ വീര്യം കൂടി കാരണം അത് പതഞ്ഞ് മുകളിലോട്ട് വന്നിട്ട് ആ ലിഡൊക്കെ ഓപ്പണായി നമുക്ക് കുറച്ച് വൈൻ അങ്ങനെ നഷ്ടമായി പോയായിരുന്നു. അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ കുപ്പിയുടെ അടിയിൽ വീണ്ടും കുറച്ച് മട്ടുണ്ട്. ഈ മട്ടിങ്ങനെ കിടന്നാൽ ഇതിങ്ങനെ പുളിച്ച് വീര്യം കൂടി വരും. അങ്ങനെ നമുക്ക് വൈൻ നഷ്ടമാണെന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങൾ വീണ്ടും ഒന്നുകൂടെ അരിച്ച് കുപ്പിയൊക്കെ കഴുകി വീണ്ടും ഫില്ല് ചെയ്ത് വെച്ചു. പിന്നെ ഒഫീഷ്യൽ ഒരു വൈൻ ടേസ്റ്റിംഗ് നടത്തി. അടിപൊളി സാധനമാണ് കേട്ടോ. ഇങ്ങനെ കിട്ടുന്ന ഈ ഹോം മെയ്ഡ് വൈനിൻ്റെ രുചിയും വീര്യവും തന്നെയാണ് കേട്ടോ അടുത്ത വർഷം വീണ്ടും ബ്ലാക്ക്ബെറി വൈൻ ഉണ്ടാക്കാനുള്ള നമ്മളുടെ എല്ലാവരുടെയും പ്രചോദനവും. അപ്പം ഈ വർഷത്തെ ക്രിസ്മസിന് ഇനിയും പുറത്തുനിന്ന് വൈൻ മേടിച്ച് ബുദ്ധിമുട്ടേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മളുടെ അടിപൊളി ഹോം മെയ്ഡ് വൈന് റെഡിയാണ്. ക്രിസ്മസ് വരെ ഇരിക്കുമോ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ സംശയം. അത്രയ്ക്കും ടേസ്റ്റാണ്. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ന്യൂട്രിബോൾസിൻ്റെ റെസിപ്പിയും ഹോം മെയ്ഡ് വൈനും ഒക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ. അപ്പോൾ നിങ്ങൾ ഇത്രയും നാളും തന്ന സപ്പോർട്ടിനെല്ലാം ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും രേഖപ്പെടുത്താൻ ആരും മറന്നുപോലെ. അപ്പോൾ ബൈ ബൈ.